ഇന്ന് നമ്മളുടെ യാത്ര ഇസ്രായേലിലെ ലോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഈ ബസ്സിലാണ്. ടെല്ലവീവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം അരമണിക്കൂർ മതിയാകും നമുക്ക് ലോഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്താനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ദേവാലയത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ആദ്യമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു മോസ്കാണ്. അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് അരുവിത്തറ വല്യച്ഛൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയവും. ഇത് രണ്ടും ഒരേ ബിൽഡിങ്ങിനുള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അരുവിത്തറ വല്യച്ഛൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്കിനി ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഗീവർഗീസ് സഹദ അല്ലെങ്കിൽ അരുവിത്തറ വല്യച്ഛൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള വിശുദ്ധനെ പറ്റി അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഡയോക്ലീഷ്യൻ സൈന്യത്തിലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ. ചക്രവർത്തിക്ക് വളരെ പ്രിയപ്പെട്ടവനുമായിരുന്നു. എന്നാൽ ചക്രവർത്തി രാജ്യത്തെല്ലാവരും അപ്പോളോ ദേവനെയും അർത്തേമീസ് ദേവിക്കും ആരാധന അർപ്പിക്കണം എന്ന കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. ക്രൈസ്തവനായ ഗീവർഗീസ് സഹദായ്ക്ക് അതനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഈ ഒരു കാര്യം ചക്രവർത്തിയെ കുപിതനാക്കി. എങ്കിലും ചക്രവർത്തിക്ക് പ്രിയപ്പെട്ടവനായതിനാൽ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിരുന്ന ശിക്ഷയിൽ നിന്നും പുണ്യവാളനെ രക്ഷിക്കാനായിട്ട് ചക്രവർത്തി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ലിഡിയായിൽ ഒരു ഭീകര സർപ്പം പ്രത്യക്ഷപ്പെടുകയും ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു. ഭയാശങ്കയിലായ രാജാവ് രാജഗുരുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം സർപ്പത്തെ പ്രീതിപ്പെടുത്താനായി കന്യകമാരായ യുവതികളെ നറുക്കെടുപ്പിലൂടെ സർപ്പത്തിന് ബലി അർപ്പിച്ചിരുന്നു. ഒരു ദിവസം നറുക്കു വീണത് രാജാവിൻ്റെ പ്രിയപുത്രിക്കായിരുന്നു. നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി സർപ്പത്തെ പ്രീതിപ്പെടുത്താൻ പുറപ്പെട്ട രാജകുമാരിയെ സർപ്പത്തെ വധിച്ച് ഗീവർഗീസ് പുണ്യവാളൻ രക്ഷപ്പെടുത്തി എന്നാണ് ഗീവർഗീസ് പുണ്യവാളനെ പറ്റിയുള്ള ചരിത്രത്തിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നത്. പല മോഹന വാഗ്ദാനങ്ങളും നൽകി ഗീവർഗീസിനെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചക്രവർത്തി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്താൽ തൻ്റെ സ്ഥാനമാനങ്ങളും ജോലിയുമൊക്കെ ഉപേക്ഷിക്കാനും മരണം വരിക്കാനും വിശുദ്ധ ഗീവർഗീസ് സഹദ തയ്യാറായിരുന്നു. തനിക്ക് വഴങ്ങാതിരുന്ന ഗീവർഗീസ് സഹദായെ ഡയോക്ലീഷ്യൻ ഉഗ്രകോപത്തോടെ തടവിലിടാനും കഠിന പീഡകൾക്ക് വിധേയനാക്കാനും ആജ്ഞാപിച്ചു. വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് താഴത്തെ നിലയിലാണെങ്കിലും നമുക്ക് ഈ കാണുന്ന ഹോളിലൂടെ നോക്കിയാൽ കബറിടം കാണാനായിട്ട് പറ്റും. തടവിലാക്കിയ ഗീവർഗീസ് സഹദായുടെ മനസ്സു മാറ്റാനും വശീകരിക്കാനുമായി സൂസന്ന എന്ന സുന്ദരിയെയും ചക്രവർത്തി അയച്ചു. എന്നാൽ വിശുദ്ധൻ്റെ ദൈവിക പ്രഭാവത്തിൽ അവളും ക്രിസ്തുമതം സ്വീകരിക്കാനിടയായി. ഇതിനിടയിൽ പടയാളികളിൽ ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ വല്യച്ഛൻ്റെ പ്രാർത്ഥന മൂലം ആ സൈനികന് കാഴ്ച വീണ്ടു കിട്ടി. ഇതുകൂടിയായപ്പോൾ മർദ്ദനങ്ങൾ ഇരട്ടിപ്പിക്കാനും പീഡനയന്ത്രം കൊണ്ട് ഗീവർഗീസിൻ്റെ ദേഹം കീറിമുറിക്കാനും ചക്രവർത്തി തീരുമാനിച്ചു. മരിച്ചു എന്ന് കരുതി പീഡകർ അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ അവിടെ ചുറ്റും കൂടി നിന്ന ജനസമൂഹം കാണുകെ ഗീവർഗീസ് സഹദ സൗഖ്യപ്പെട്ടു. ആ കാഴ്ച അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന
ചങ്ങല കൊണ്ട് ബന്ധിച്ചതിന് ശേഷമാണ് ഗീവർഗീസ് സഹദായെ എരുതിയിലേക്ക് തള്ളിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആയതിനാൽ ഈ ചങ്ങലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് എന്നും വിശ്വസിക്കുന്നു. വീണ്ടും തടവറയിൽ തള്ളപ്പെട്ട ഗീവർഗീസിനെ എങ്ങനെ മനം മാറ്റാം എന്ന ആലോചനയിലായിരുന്നു ചക്രവർത്തി. നാളെ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാനായി ചക്രവർത്തിയുടെ തോഴിയും അവിടെ എത്തിയിരുന്നു. എന്നാൽ ചാട്ടവാറുകൊണ്ടടിച്ച് നീറ്റി ചുണ്ണാമ്പിലിട്ട് എരുതിയിലിടാനായിരുന്നു ചക്രവർത്തിയുടെ തീരുമാനം. പുണ്യവാളൻ സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ആ തീയിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതാണ് തോഴിക്ക് കാണാനായിട്ട് സാധിച്ചത്. ആണിയടിച്ച് ചെരുപ്പ് ധരിപ്പിക്കുകയും അതികഠിനമായ വിഷം കലർത്തി കുടിക്കാൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ കുരിശ് വരിച്ച വിഷം കുടിച്ച ഗീവർഗീസ് സഹദായിക്ക് ഒന്നും സംഭവിച്ചില്ല. ഈ ദേവാലയത്തിനുള്ളിൽ ചെറിയ ഒരു ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് കൊന്തയും മെഴുകുതിരിയും വെഞ്ചരിച്ച എണ്ണയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇവിടെയും ഒരു മെഴുകുതിരിക്ക് 2 ഷെക്കലാണ്. അങ്ങനെ ഞാനും കുറച്ച് മെഴുകുതിരി വാങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസ് സഹദായോട് നമുക്കും മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, മഹാമാരിയിൽ നിന്നും വിടുതൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഈ ഗ്ലാസ്സിനുള്ളിലാണ് ഗീവർഗീസ് സഹദായുടെ അസ്ഥികൾ സൂക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ അത് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദേവാലയം ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കയ്യിലാണ്. അവരുടെ ഉടമസ്ഥതയിലുള്ള ദേവാലയമാണ്. ആയതിനാൽ ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ ഗ്രീക്ക് ഭാഷയിലാണ്. ഇനി നമുക്കിവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴത്തെ നിലയിലേക്ക് പോകാം. അവിടെയാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്കിനി അവിടേക്ക് പോകാം. ഇതാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കബറിടം. ഈ കബറിടത്തിന് മുകളിൽ എണ്ണയും തൈലവും ഒക്കെ ഒഴിക്കുന്നതാണ് ഇവിടുത്തെ നേർച്ച. അങ്ങനെ ഗീവർഗീസ് സഹദായുടെ അത്ഭുത പ്രവർത്തികൾ കണ്ടു മനസ്സിലാക്കിയ ഡയോക്ലേഷ്യൻ ചക്രവർത്തി ഗീവർഗീസിനോട് ഇവിടം വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വിശുദ്ധൻ അതിന് തയ്യാറായില്ല. ആയതിനാൽ വിശുദ്ധൻ്റെ ശിരസ്സറുത്ത് വധിക്കാനായി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ AD 303 ഏപ്രിൽ 23-ാം തീയതി 23-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധ ഗീവർഗീസ് സഹദാ രക്തസാക്ഷിയായി. ധീര രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മാധ്യസ്ഥം ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രതിസന്ധികളിൽ ധീരതയോടെ നിൽക്കാൻ പുണ്യവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വിശുദ്ധ ഗീവർഗീസ് സഹദായെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ധീരസാക്ഷികളാകാൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ.
ഇവിടെ വരുന്ന വിശ്വാസികളിൽ മിക്കവരും തന്നെ വല്യച്ഛൻ്റെ കബറിടത്തിൽ പൂശുന്ന തൈലത്തിൽ നിന്നും സിറിഞ്ച് ഉപയോഗിച്ച് ആ തൈലം എടുത്തതിന് ശേഷം പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ ആയിട്ട് അവർ ഭവനങ്ങളിൽ കൊണ്ടുപോയി സൂക്ഷിക്കാറുണ്ട്. നിങ്ങൾക്കിപ്പോൾ അത് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ വല്യച്ഛൻ്റെ കല്ലറയിലൊക്കെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം മുകളിലത്തെ നിലയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഇതാണ് ഇവിടുത്തെ മാമോദീസ തൊട്ടി. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളിയും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.